ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. തവ ഉപയോഗിച്ചാണ് ഞാൻ ഈ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ചീസ് ഉപയോഗിക്കുന്നില്ല ഇതിൽ. അപ്പോൾ നമുക്ക് ഈ പിസ്സ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കണം. ചെറു ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡ്രൈ ഈസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഡ്രൈ ഈസ്റ്റിന് ഈ ഒരു കുഞ്ഞ് ഈസ്റ്റാണ്, അതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്തിരി വലിയ ഈസ്റ്റ് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല, രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അതും നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കിത് അടച്ചു വെക്കണം. ആ സമയത്ത് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴികെ വേറെ എന്ത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, ഒലീവ് ഓയിൽ, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. ആ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നോക്കാം, അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൈദയുടെയൊക്കെ പച്ച ഒരു മണമുണ്ടല്ലോ, അതൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൈദ ഇപ്പോൾ കട്ടയായിട്ട് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് എന്നാലും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ ഇതിലോട്ട് ഇനി പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈദയൊക്കെ നന്നായിട്ട് ആ കട്ടയൊക്കെ മാറിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി കുറുകി വരുന്നുണ്ടാവും പാല്. അതനുസരിച്ച് വീണ്ടും പാലൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു 3/4 കപ്പോളം പാല് ചേർത്തായിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ കട്ടയൊക്കെ നന്നായിട്ട് ഉടയുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. കുറച്ചും കൂടി പാലൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കട്ടയായിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചീസിന് പകരം നമ്മൾ ഈ വൈറ്റ് സോസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വൈറ്റ് സോസ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇപ്പം അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇളക്കും തോറും അതിൻ്റെ കട്ടകൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. പിന്നെ ചേർക്കേണ്ട കുരുമുളകിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ നല്ലത്, അത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിസ്സ ബേസാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് 1 കപ്പോളം മൈദ ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി നമ്മൾ കുറച്ച് മുമ്പ് ഈസ്റ്റ് കലക്കി വെച്ചിട്ടില്ല വെള്ളത്തിൽ, ആ വെള്ളം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ സ്പൂൺ കൊണ്ട്.
പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ്. ഓയിലും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ടത് കുഴയ്ക്കണം. എന്നാലേ ആ ഒരു സോഫ്റ്റ്നെസ് ആ മാവിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റോളം കുഴച്ചെടുത്താണ്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി ഇതൊരു 30 മിനിറ്റോളം അടച്ചു വയ്ക്കണം നമുക്ക്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇനി പിസ്സയിലേക്ക് ചേർക്കേണ്ട സോസാണ്, പിസ്സ സോസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചേർക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ചേർക്കേണ്ടത് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്. കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കണം. നമ്മൾ ഇളക്കി കൊടുക്കും തോറും അതിങ്ങനെ തിക്കായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർക്കേണ്ടത്. പിന്നെ ചേർക്കേണ്ട 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസും ചേർക്കുന്നത്, റെഡ് ചില്ലി സോസും ചേർക്കണം. നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അത് ഇത്തിരി കൂടി തിക്കായിട്ട് വരും. ഇനി പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അത് ഇത്തിരി കൂടി തിക്കായിട്ട് വരും. ഇതിപ്പോൾ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ് ഇട്ടേക്കണ കാരണം. അത് നമുക്കൊന്നുകൂടി കൈ വെച്ചൊന്ന് ഉടച്ചിങ്ങനെ എടുക്കാം. എന്നിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ, നമ്മളിപ്പോൾ എന്തിലാണോ പിസ്സ ഉണ്ടാക്കണ പാനാണെങ്കിൽ ആ പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഈ മാവ് വയ്ക്കണം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കും പതിയെ പരത്തി കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ സൈഡിലൊന്ന് നമുക്ക് ഇങ്ങനെ ഈ രീതിയിലൊന്ന് ഒതുക്കി കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അതിൽ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ചേർക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കണം, നടുഭാഗത്തായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് അതും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ സവോളയും തക്കാളിയും ക്യാപ്സിക്കമാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം.
സവാള ആദ്യം ഇട്ട് കൊടുക്കാം, പിന്നെ ഓരോ പച്ചക്കറികളായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ടൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റോളം ചൂടാക്കി വെക്കണം. നേരത്തെ തന്നെ നമ്മൾ പാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ. അതിനുശേഷം പാൻ ഇതിൻ്റെ പൊക്കത്ത് വെക്കണം. ഡയറക്റ്റ് നമ്മൾ തീയിലോട്ട് വെക്കരുത്. അതിനുശേഷം അടച്ച് വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റോളം ഇത് വേവിക്കാൻ വെക്കണം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതോടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടതിന് താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.